മക്കളെ, ഇത് നമുക്ക് പേട് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ധൂപ് സിലി തോ ബിഗർ ഗയി കതരൻ കതരൻ ചായായേം. വെയിൽ ചേർത്തപ്പോൾ നിഴലുകൾ ചിതറിപ്പോയി. ഇതിൽ നിന്നും ഇസസേ ക്യാ ദൃശ്യ ഉബറാത്ത, ഇതിൽ നിന്നും ദൃശ്യമാകുന്നത് എന്താണ്, എന്ത് ദൃശ്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് ചോദ്യം. आंसर നോക്കാൻ, इन पंक्तियों से पेड़ की पत्तियों से चनकर आती धूप का दृश्य उभरता है. ഈ വരികളിൽ നിന്നും മരത്തിലൂടെ ഇറങ്ങുന്ന ധൂപ് കാ ദൃശ്യ, ധൂപ് പറഞ്ഞാൽ വെയിൽ, വെയിലിൻ്റെ ദൃശ്യം ആണ്. നമുക്ക് ആ ഒരു വെയിലിൻ്റെ ദൃശ്യമാണ് ഇതിൽ നിന്നും ഉളവാകുന്നത്. ധൂപ് സെമീൻ പർ ടുക്കടോ മേ ഗിർത്തി ഹെ, വെയിൽ ഭൂമിയിലേക്ക് കഷ്ണം കഷ്ണങ്ങളായിട്ട് വീഴുന്നു. യെ ധൂപ് ഓർ ഛായായേം സിലായി കി കതരനോം ജൈസി ലഗ്തി ഹെ. യെ ധൂപ് ഓർ ഛായായേം, ഈ വെയിലും അതുപോലെ തന്നെ ആ നിഴല്, അതായത് തണല്, വെയിലും വെയിലിനോട് ചേർന്ന് വന്നിട്ടുള്ള ആ തണലും സിലായി കി കതരനോം ജൈസി ലഗ്തി ഹെ, ആ പ്രകാശത്തിനും നിഴലും അത് സിലായി പറഞ്ഞാൽ തുന്ന, സിലായിക്ക് കതരനോ ജൈസി ലഗ്തി ഹെ, തുന്നലിനോട് തുന്നിച്ചേർത്തതിനോട് സാമ്യമുണ്ട്, തുന്നിച്ചേർത്തതുപോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിലായിക്ക് കതരനോം ജൈസി ലഗ്തി ഹെ, നിഴലിനെയും വെയിലിനെയും കൂടെ തുന്നിച്ചേർത്തതുപോലെ തോന്നുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്, ഇസ്കാ താത്പര്യ ക്യാ ഹെ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മണ്ണ്, നിറം, വായു, ജലം എന്നിവ സംയോജിപ്പിച്ച് ജോഡാ ദിയാ തരാശ്, ഒരു രൂപം കൊത്തിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, രൂപം സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നോക്കാം. पेड़ मिट्टी, रंग, हवा और पानी को आपस में जोड़ देते हैं. മരം മണ്ണിനെയും നിറത്തിനെയും വായുവിനെയും വെള്ളത്തിനെയും ഒക്കെ പരസ്പരം യോജിപ്പിച്ചിരിക്കുന്നു. പേട് പ്രകൃതി കെ തത്വം കോ മിലാക്കർ ജീവൻ और സൗന്ദര്യ की രചന करते हैं. മരം പ്രകൃതി തത്വങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ജീവൻ और സൗന്ദര്യ की രചന करते हैं, ജീവന്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരു രചനയാണ് ഇവിടെ, സൃഷ്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രംഗ് മഹക് കി ഹുയി സിലായി ഇസ്കാ മത്ലബ് ക്യാ ഹെ എന്നാണ് ചോദ്യം. രംഗ് മഹക്, രംഗ് പറഞ്ഞാൽ നിറം, മഹക് ഗന്ധം, ഹുയി സിലായി നിറവും അതുപോലെ തന്നെ ഗന്ധവും തുന്നിച്ചേർത്തു. ഇസ്കാ മത്ലബ് ക്യാ ഹെ, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മരം നിറത്തിനെയും ഗന്ധത്തിനെയും തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. ജൈസേ ദർജി കപ്പടെ സിൽത്താ ഹെ വൈസേ ഹി പേട് ഫൂലോ മേ രംഗ് ഓർ ഖുശ്ബൂ കോ ജോഡ്കർ സുന്ദരത രചിതേ ഹെ. അതായത് ഒരു തയ്യൽക്കാരൻ എപ്രകാരമാണോ വസ്ത്രങ്ങൾ തുന്നുന്നത്, വൈസേ അപ്രകാരം, പേട് ഫൂലോമേ, പേട് പൂക്കളിൽ നിറവും അതുപോലെ തന്നെ ഗന്ധവും ചേർത്തിരിക്കുന്നു, എന്നിട്ട് അതിനെ സുന്ദരമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. വനക്കേ പേടമേ വനക്കേ സ്വാദ് സിലേഹേ കാ മത്ലബ് ക്യാ ഹെ. കാട്ടുമരങ്ങളിൽ കാട്ടുമരത്തിൻ്റെതായിട്ടുള്ള സ്വാദ് നിറച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഹർ പേട് കോ അപ്പനി വിശേഷ് പഹ്ചാൻ ഓർ ഗുൺ ഹോത്തെ ഹെ. ഓരോ മരങ്ങൾക്കും തൻ്റേതായിട്ടുള്ള തിരിച്ചറിവും അതുപോലെ തന്നെ ഗുണവും ഉണ്ട്. ഓരോ മരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഇന്ന മരമാണ് എന്ന് തിരിച്ചറിയാനുള്ള, ഓരോ മരത്തിനെയും നമ്മൾ ഓരോ മരവും കണ്ടാൽ, അത് മാവായാലും പ്ലാവായാലും തേക്കായാലും ഒക്കെ നമ്മൾ അതിനെ തിരിച്ചറിയും അല്ലേ. അപ്പം തിരിച്ചറിയാനുള്ള തിരിച്ചറിവും അതുപോലെ തന്നെ
फूलों में रंग और पहचान के गुण होते हैं और गुण होते हैं हर पेड़ को अपनी വിശേഷ പഹചാൻ और गुण होते हैं ഓരോ മരത്തിനും അതിൻ്റേതായിട്ടുള്ള തിരിച്ചറിവും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണവുമുണ്ട് ഓരോ മരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടായിരിക്കും അല്ലേ യഹ് വൈവിധ്യപൂർണ്ണ പ്രാകൃതിക സൗന്ദര്യമൊക്കെ ദർശാത്ത ഇത് വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യത്തെയാണ് ഈ വരികളിലൂടെ ഇതിലൂടെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ചോദ്യം ആപ്പ് അപ്പനി സിന്ദഗിക്കോ കൈസേ സിൽനാ ചാത്താ ഹേ എന്നാണ് ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ചേർത്തിട്ടാണ് നിറവും അതുപോലെ തന്നെ ഗന്ധവും ചേർത്തിട്ടാണോ അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ എഴുതണം ആ പപ്പനി സിന്ദഗിക്കോ കൈസേ സിൽനാ ചാത്തേ ഹേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ തുന്നിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം എങ്ങനെ എഴുതാം അപ്പനി സിന്ദഗി കൈസേ എന്നോടത്ത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് എഴുതിയതിനു ശേഷം സിൽനാ ചാത്തേ ഹേ എന്ന് എഴുതാം ഇനി അടുത്ത ചോദ്യം കവിതാമേ പേട് കിൻ കിൻ കോ സിൽത്താ ഹേ ചുനുക്കർ നീച്ചേ ലിഖിം കവിതയിൽ മരം എന്തിനെയൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നത് വായിച്ചതിന് ശേഷം എന്താണ് തുന്നിച്ചേർക്കുന്നത് എന്തിനെയൊക്കെയാണ് എന്നതിന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗർ ഇതിൽ പഠിച്ചിട്ടില്ല ഹവായ ഉണ്ട് അല്ലേ ഹവായ ഉണ്ട് ഫൂലുണ്ട് പിന്നെ എന്താണ് ഗോൻസലെ ബാദലില്ല ചാന്ത് ജമീന് ധൂബ് കിനാരെ ബാദലുണ്ട് അല്ലേ ബാദൽ പാനി ഒക്കെ പറയുന്നില്ലേ അപ്പോൾ നമുക്ക് ആൻസർ എഴുതിയാൽ നോക്കാം ധൂബ് ഗോൻസലെ ഹവായെ കിനാരെ ജമീനെ ഫൂല് ബാദലുണ്ടല്ലോ 1 2 3 4 5 6 ഇവിടെ ഉള്ളത് ഒന്നാമത് നേരത്തെ തന്നിട്ടുണ്ട് 2 4 6 നേരത്തെ തന്ന ധൂബ് ഇവിടെ എഴുതിയിട്ടുണ്ട് അവനെ ബാദൽ അല്ലേ ബാദൽ പാനി രണ്ടും നമ്മൾ തുന്നി ചേർക്കുന്നു എന്നതിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ബാദൽ എഴുതാം ഗോൻസലെ ഹവായെ കിനാരെ ജമീനെ ഫൂൽ ബാദൽ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ധൂബ് ഇവിടെ ജോഡയാണ് കേട്ടോ ജോഡേ ബനായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോഡേ ബനായം ധൂബ് ചായ മിട്ടി രംഗ് പാനി ആകാശ് ഫൂല് പശ്മിനെ അതാണ് ജോഡികൾ എങ്ങനെയാണ് വരുന്നത് ധൂബ് ചായ മിട്ടി രംഗ് പാനി ആകാശ് ഫൂൽ പശ്മിനെ പാനി ആകാശ് എന്നാണ് വരുന്നത് അല്ലേ അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ ബാദൽ അപ്പം ആ ബാദൽ ശരിയല്ല കേട്ടോ ബാദലിന് എഴുതണ്ട തെറ്റാണ് ബാദൽ എഴുതണ്ട ഇവിടെ പാനി ആകാശ് എന്നാണ് എനിക്ക് എൻ്റെ അടുത്ത് മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ബാദലിന് എഴുതരുത് അത് തെറ്റാണ് ഇത്രയും ഇതായി അത്രയും എഴുതിയാൽ മതി നമ്മൾ ജോഡേ വരുന്നത് ധൂബ് ചായ മിട്ടി രംഗ് പാനി ആകാശ് ഫൂല് പശ്മിന് ഓക്കെ ഇനി അടുത്ത ചോദ്യം വരുന്നത് കവിതയുടെ വരികൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ചോദ്യമാണ് കവിതാസെ ഈ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവിതയിൽ ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത് കേട്ടോ ധൂബ് ഇവിടെ തന്നിരിക്കുന്നത് ആശയമാണ് ഈ 4 ആശയമാണ് ഈ ആശയം വരുന്ന വരികളാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ആശയം വരുന്ന വരികൾ എഴുതിയത് നോക്കാം ധൂബ് കെ സിൽനെ സേ ചായയെ ബിഗർ ഗയി ഹേ എന്ന ആശയം വരുന്ന വരികളാണ് ധൂബ് സിലിത്തോ ബിഗർ ഗയി കതരൻ കതരൻ ചായയെ രണ്ടാമത്തത് പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് രംഗ് മഹക് കി ഹുയി സിലായി पेड़ ने मिट्टी रंग हवा और पानी को तराश के जोड़ा मिट्टी रंग हवा पानी को जोड़ा दिया तराश पेड़ ने प्रत्येक फल में अपना स्वाद भरा है
ആം മേ ആം കെ സ്വാദ് സിലേ ഹെ ജാമോൻ മേ ജാമോൻ കെ. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആശയം തന്നിട്ട് ആ വരികൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനുള്ള ചോദ്യം നിങ്ങൾക്ക് 2 മാർക്കിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത വർക്ക് വരുന്നത് ഏതാണ് എന്ന് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് സംബന്ധ പാപ്പസി സംബന്ധ പഹിച്ചാന് സിലേ യാ സിലിങ്കെ പൂരാ കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ ബഹുവചനമാണ് വന്നിരിക്കുന്നത്. ബഹുവചനം, സ്ത്രീലിംഗം ബഹുവചനമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. സിലേ ഗോൺസലെ സിലീം ഹവായേം. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും സിലീം എന്നാണ്. അപ്പൊ ഹവായേം എന്ന് വന്നു. സിലേ വരുമ്പോൾ ഇവിടെ ആണ് വന്നത്. അതുപോലെ തന്നെ പുറത്തു കിനാരേ വന്നു. സിലീം ജമീനേം. ഓക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ 10 വന്നിട്ടുണ്ട്. അപ്പുറത്ത് എന്താണ് വരിക? സിലേ എന്ന് തന്നെയാണ് വരിക അല്ലെ? സിലേ 10 എന്നാണ് വരിക. ഇവിടെ കലിയാം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിലീം എന്നാണ് വരിക. ഇവിടെ നദിയാം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോഴും സിലീം എന്നാണ് വരുന്നത്. ഡാലിയാം എന്ന് വന്നതുകൊണ്ടും സിലീം എന്നാണ് വരുന്നത്. അപ്പൊ 3 സിലീം എന്നും ഒരു സിലേ എന്നാണ് ഉണ്ടാവുക. നമുക്ക് എഴുതിയത് നോക്കാം. ആണ്ടോ? സിലേ 10, സിലീം നദിയാം, സിലീം കലിയാം, സിലീം ഡാലിയ. 3 സിലീം എന്നാണ് വരുന്നത്. പിന്നെ 1 മാത്രം 10 എന്നതിന് മാത്രമാണ് സിലേ എന്ന് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം വരുന്നത് പേടുകോ ദർജി ക്യോ കഹാ ഗയാ ഹെ ചർച്ച ചലായേ. പേടിനെ എന്തുകൊണ്ടാണ് ദർജി എന്ന് പറയുന്നതെന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറയുന്നത് പേടിനെ ദർജി എന്ന്? പേട് പൂവിനെയും നിറത്തിനെയും പിന്നെ എന്താ പറയുക വെയിലിനെയും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? തുന്നിച്ചേർത്തിരിക്കുന്നു. കാറ്റിനെയും വെള്ളത്തിനെയും ഒക്കെ തുന്നിച്ചേർത്തത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ദർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ചെയ്യേണ്ടത് കവിതാക്ക് ആശയം ലിഖിക്കുക എന്നാണ്. കവിതയുടെ ആശയം എഴുതാനാണ് ചോദ്യം. നിങ്ങൾ കവിതയുടെ ആശയമാണ് ഇനി എഴുതേണ്ടത്. അപ്പൊ നമുക്ക് കവിതയുടെ ആശയം എഴുതിയത് നോക്കാം. കവിതയുടെ ആശയമാണ് നമ്മൾ നോക്കുന്നത്. പേട് പ്രകൃതിക്ക് ദർജി എന്ന് നമ്മളിവിടെ സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സുശീൽ ശുക്ല പ്രസിദ്ധ ബാലസാഹിത്യക്കാർ ഹേ. സുശീൽ ശുക്ലാണല്ലോ ഈ കവിത എഴുതിയത്. അപ്പോൾ ഈ സുശീൽ ശുക്ലജി പ്രസിദ്ധ ബാലസാഹിത്യകാരനാണ്. പേട് ആപ്കി ചർച്ചിത് കവിത ഹേ. പേട് അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചിത കവിതയാണ്. ഈ കവിത പേടിക്ക് മഹത്താക്കോ ദർശാത്തി ഹേ. ഈ കവിത മരത്തിൻ്റെ മഹത്വത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ സുശീൽ ശുക്ല പ്രസിദ്ധ ബാലസാഹിത്യക്കാർ ഹേ എന്ന സെൻറ്റൻസിന് പകരമായിട്ട് പേട് കവിത സുശീൽ ശുക്ലജീനെ ലിഖാ ഹേ എന്നും എഴുതാം. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് ആ രീതിയിൽ പഠിച്ചിട്ട് എഴുതാം. ഇനി ബാക്കി നോക്കാം. കവി कहते हैं कि पेड़ घोंसलों को हवाओं को धूप और ഛായാओं को सिलते हैं. കവി പറയുന്നു മരം ഗോൺസലെ കിളിക്കൂടിനെ കൊണ്ടും കാറ്റ് അതുപോലെ തന്നെ വെയില് നിഴല് നിഴലെന്നും തണലെന്നൊക്കെ പറയാം കേട്ടോ. തണലിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? തുന്നിച്ചേർത്തിരിക്കുന്നു. വേ മിട്ടി മിൽക്കർ രംഗ് ഓർ പാനി സിൽക്കർ ആകാശ് ബനത്തെ ഹേ. അത് മണ്ണ് തുന്നിച്ചേർത്തിട്ട് നിറവും അതുപോലെ തന്നെ വെള്ളം തുന്നിച്ചേർത്ത് ആകാശവും ഉണ്ടാക്കിയിരിക്കുന്നു. വേ ഫൂലോങ്കോ രംഗ് ഓർ മഹക്ക് ദേത്തെ ഹേ. അത് പൂക്കൾക്ക് നിറവും ഗന്ധവും നൽകുന്നു. ആർ ഹർ ഫലിക്കോ ഉസ്ക വിശേഷ സ്വാദ് ദേത്തെ ഹേ. അതുപോലെ തന്നെ ഓരോ പഴങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്വാദ് നൽകുന്നു. ഇസ് പ്രകാർ പേട് പ്രകൃതിക്ക് ദർജി ഹേ. ഇപ്രകാരം മരം പ്രകൃതിയുടെ ഒരു തയ്യൽക്കാരനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് കവിതയുടെ ആശയം വരുന്നത്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कविता आपको कैसे लगी? अपना मत प्रकट करते हुए കവിക്ക് നാം പത്ര ലിഖിയ. നിങ്ങൾ ഈ കവിത പഠിച്ചല്ലോ. അപ്പോൾ ഈ കവിത പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം. ആർക്ക് കത്തെഴുതണം? കവിക്ക് കത്തെഴുതണം. ആരാണ് കവി? സുശീൽ ശുക്ലജിയാണ് അല്ലേ? അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സുശീൽ ശുക്ലജിക്ക് കത്ത്
കത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കത്ത് എഴുതുന്ന സമയത്ത് എന്ത് വേണം? അഡ്രസ്സ് എഴുതണം. കാലിക്കറ്റ് 10 ജൂൺ 2025 ഇവിടെ ഡേറ്റ് എഴുതിയിരിക്കുന്നത്. സ്ഥലം കാലിക്കറ്റാണ്. പ്ലേസും ഡേറ്റും ആദ്യം കൊടുക്കുക. പിന്നെ പ്രിയ സുശീൽ ജി, സപ്രേം നമസ്തേ, കൈസേ ഹേ, ഉമ്മീദ് ഹേ കി ആപ് വഹാ ഖുശ് ഹേ, നിങ്ങൾക്കവിടെ സുഖമാണെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. ബഹുത്ത് ദിനോ സേ സോച്ച് രഹാ ഹൂം കി ആപ്കോ ഏക് പത്ര ലിഖൂം, കുറേ ദിവസമായിട്ട് ചിന്തിക്കുകയാണ് താങ്കൾക്കൊരു കത്തെഴുതണമെന്ന്. ആപ്കോ അബ് നെഹി ലിഖൂം തോ ഫിർ കബ്, ഇപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ, ഇനി എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എഴുതുക, അതുകൊണ്ടാണ് എഴുതാൻ തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. മുझे आपकी കവിത പേട് പഠനേക്കാ സൗഭാഗ്യമില്ല, എനിക്ക് താങ്കളുടെ കവിതയായിട്ടുള്ള പേട് എന്ന കവിത പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ കവിത ബഹുത്ത് ഹി സുന്ദർ ഹൈ, ഈ കവിത വളരെ സുന്ദരമായ കവിതയാണ്. आपने पेड़ को दर्जी कर एक नया दृष्टिकोण दिया है, താങ്കൾ മരത്തിനെ തയ്യൽക്കാരൻ എന്ന് പറഞ്ഞ് ഒരു പുതിയ ദൃഷ്ടികോണാണ് ആ കവിത പേടിന് നൽകിയിരിക്കുന്നത്. आपने लिखा है पेड़ घोंसले, हवाएं, धूप, छायाएं, मिट्टी, किनारे, जमीने, रंग, महक, स्वाद, पानी, आकाश, फूल, फल सब सिलते हैं. താങ്കൾ പറയുന്നു, ഇപ്പം താങ്കൾ ഈ കവിതയിൽ എഴുതിയിരിക്കുന്നു, പേട് ഗോൻസലെ, മരം കിളിക്കൂടിനെയും കാറ്റിനെയും വെയിലിനെയും തണലിനെയും മണ്ണിനെയും തീരത്തിനെയും ഭൂമിയെയും നിറത്തെയും ഗന്ധത്തെയും സ്വാദിനെയും വെള്ളത്തിനെയും ആകാശത്തിനെയും പൂവിനെയും പഴങ്ങളെയും എല്ലാത്തിനെയും തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് താങ്കൾ ഈ കവിതയിൽ എഴുതിയിട്ടുണ്ട്. ഇസ് പ്രകാർ പേട് പ്രകൃതിക്ക് ദർജി ഹൈ, പ്രകാരം മരം പ്രകൃതിയുടെ തയ്യൽക്കാരനാണ്. കവിത പേട് കോ ദർജി കർ ഉസ്കി സൃജനാത്മകത और जीवनदायी शक्ति को प्रस्तुत करती है. കവിത പേട് ദർജി കർ, പേടിനെ കവിതയിൽ പേടിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? തയ്യൽക്കാരൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജീവൻദായി ശക്തി പ്രസ്തുത ഒരു ശക്തിയാണ് അവിടെ പ്രസ്തുതമാക്കിയിട്ടുള്ളത്. ദർജി കപ്പടെ സിൽക്കർ ഉന്നെ നയാ രൂപ് ഓർ ഉദ്ദേശ് ദേത്താ ഹെ, തയ്യൽക്കാരൻ വസ്ത്രങ്ങൾ തുന്നിച്ചേർത്തിട്ട് അതിനൊരു പുതിയ രൂപവും ഭാവവും ഒക്കെ നൽകുന്നു. വസ്ത്രങ്ങൾക്ക് പല കഷ്ണങ്ങളായിട്ടുള്ള വെട്ടി മുറിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ, കഷ്ണങ്ങളൊക്കെ തുന്നിച്ചേർത്തിട്ട് അപ്പോൾ പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഉസി തര പേട് ബി വിഭിന്ന തത്വോं को आपस में जोड़कर प्रकृति को सजाते संवारते हैं और जीवन को सुंदर और सुगठित बनाते हैं. അപ്രകാരം മരവും വിഭിന്ന തത്വങ്ങൾക്കും വിവിധ തത്വങ്ങളെ പരസ്പരം യോജിപ്പിച്ചിട്ട് പ്രകൃതിയെ അലങ്കരിക്കുന്നു, അതിനെ സുന്ദരമാക്കുന്നു. യഹ് കവിത ഹമേ പേടോं के प्रति प्यार और उनका संरक्षण करने की പ്രേരണ देती है. ഈ കവിത നമുക്ക് പേടിനോട് മരത്തിനോട് സ്നേഹവും അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രേരണയുമാണ് നൽകുന്നത്. ഇസ് കവിത മേ രൂപക അലങ്കാർ കാ സുന്ദർ പ്രയോഗ ഹുവാ ഹെ, ഈ കവിതയിൽ രൂപക അലങ്കാരത്തിന് സുന്ദരമായിട്ടുള്ള പ്രയോഗവും ചെയ്തിട്ടുണ്ട്. ഭാഷ സരൾ ചിത്രാത്മക ഓർ ഭാവപൂർണ്ണ ഹെ, ഇതിലെ ഭാഷ വളരെ സരളമാണ്, ലളിതമായ ഭാഷയാണ് ഈ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ആശാ കർത്താ ഹൂം കി ആപ് ഐസി ഹി സുന്ദർ കവിതയെ ലിഖ്തേ രഹേ, നിങ്ങൾ ഇനിയും ഇതുപോലെയുള്ള സുന്ദരമായിട്ടുള്ള കവിതകൾ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. कुछ ज़्यादा ही लिख दिया, अब मैं पत्र समेटता हूँ आपके पत्र की प्रतीक्षा में, കുറച്ച് കൂടുതൽ എഴുതി ഞാൻ കത്ത് ചുരുക്കുന്നു, താങ്കളുടെ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ആപ്ക അപ്പന ഹസ്താക്ഷർ മനു, ഇവിടെ ഹസ്താക്ഷറും പിന്നെ എഴുതിയ ആളുടെ പേരും വെച്ചിട്ടുണ്ട്. പിന്നെ സേവാമേ സുശീൽ ശുക്ല, ഭോപ്പാൽ മധ്യപ്രദേശ് എന്നാണ് സുശീൽ ശുക്ലജിയുടെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്. അത്രയാണ് നമ്മൾ കത്തെഴുതുമ്പോൾ ചെയ്യേണ്ടത്. അഡ്രസ്സ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഈ താഴെയുള്ള 2 അഡ്രസ്സും എഴുതിയിരിക്കണം. മുകളിൽ ഇതാ ഈ തന്നിരിക്കുന്നതും ഇവിടെ തന്നിരിക്കുന്നതും എഴുതിയിരിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലെറ്റർ വന്ന 2 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ബാക്കി 2 മാർക്കാണ് നിങ്ങൾ എഴുതുന്നതിനുള്ളത്. അത് നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ടൊക്കെ എഴുതിയാൽ ഏകദേശം 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്.
എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.